നമ്മൾ ഈ സ്റ്റെപ്പ് കയറുമ്പം എങ്ങനെയാണ് കയറുന്നത്? ഒന്നാമത്തെ പടി നിന്ന് 10 ചാടുവാണോ? അല്ല, ഒന്നാമത്തെ പടി കഴിഞ്ഞ് രണ്ടാമത്തെ പടി കയറി, മൂന്നാമത്തെ പടി കയറി, ഇങ്ങനെ പോകും. നിൽക്കുന്ന ഒരു പടിയിൽ നിന്ന് ഒരു പടി കൂടെ ഈ നോമ്പിലൊന്ന് കയറുവാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ നോമ്പ് വിജയമായി. വലിയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുവാൻ ഞാൻ ആളല്ല. നിൽക്കുന്ന പടിയിൽ നിന്ന് ഒരു പടി കൂടെ കയറുവാൻ കഴിഞ്ഞെങ്കിൽ ഈ നോമ്പ് വിജയമായി. എനിക്ക് വിദ്വേഷമുള്ള അകന്നിരിക്കുന്ന ഒരാളോടെങ്കിലും അടുക്കുവാനോ നിരപ്പാകുവാനോ കഴിഞ്ഞെങ്കിൽ എൻ്റെ നോമ്പ് വിജയമാണ്. എൻ്റെ ഒരു ശീലത്തെയെങ്കിലും ഈ നോമ്പിൽ മാറ്റുവാൻ കഴിഞ്ഞെങ്കിൽ എൻ്റെ നോമ്പ് ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടും. കാരണം യജമാനൻ വരുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. നീ അതിന് പലിശയ്ക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ, നിന്റെ ഭാഗത്ത് നിന്നൊരു ശ്രമമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ വിളി നമുക്ക് ലഭിച്ചേനെ, നല്ലവനും വിശ്വസ്തനുമായ ദാസ എന്നുള്ള വിളി. അതില്ലാതെ യജമാനനെ പഴിച്ച് കൊണ്ട് കുഴിച്ചിട്ടവനോടാണ് പറഞ്ഞത്, മടിയനും അല്പനുമായ